സാറ് ഫ്രീ ആണ്, ചെന്നോളൂ. എവിടെയാ? അവിടെ. അതെ ഭായ്, അഷ്റഫാണ്. 2 ദിവസമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണ്. ഇന്നും നാളെയുമായി വിസ എക്സ്പയർ ആവുന്ന കേസ് വരെ ഉണ്ട്. കുറച്ച് പേരെ ഞാൻ ബോംബെ വഴി പറഞ്ഞയച്ചു. ഇല്ല, നാളെ അഡീഷണൽ ഫ്ലൈറ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് വിളിച്ച് ഞാൻ വിവരം കൺഫേംഡ് ആയിട്ട് പറയാം. ഓക്കെ? ക്ഷമിക്കണം, എന്തായിരുന്നു? ഞാൻ അബു, മാളിയേക്കൽ അസനാർ ഹാജി പറഞ്ഞിട്ട് വന്നതാ. ഇക്കൊല്ലം എനിക്ക് ഐസിനു ഹജ്ജിന് പോകണമെന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങളുടെ ഹജ്ജ് ടൂറിനെ കുറിച്ച് ഹാജിയാർ തന്നെ പറഞ്ഞു കാണുമല്ലോ. ഒരു ബിസിനസ്സായിട്ടല്ല ഞങ്ങളിതിനെ കാണുന്നത്. മക്കയിൽ ഹറമിന് തൊട്ടടുത്തുള്ള താമസ സൗകര്യം, നല്ല ഭക്ഷണം, പരിചയസമ്പന്നരായ അമീറന്മാർ, ഡോക്ടർമാരുടെ സേവനം, ഇതെല്ലാം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. അബുക്കയ്ക്ക് പാസ്പോർട്ടുണ്ടോ? ഇല്ല. പ്രശ്നമില്ല, നമുക്ക് പെട്ടെന്ന് ശരിയാക്കിയെടുക്കാം. ഓ, റസിയ, ഇങ്ങോട്ടൊന്ന് വരൂ. അസനാർ ഹാജി ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണ്. ഇത് അബുക്ക, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഈ വർഷം നമ്മുടെ ഹജ്ജ് ഗ്രൂപ്പിലുണ്ട്. ഇവർക്ക് പാസ്പോർട്ട് എടുക്കാനുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ചെന്നോളൂ. യെസ്, ഇല്ല, ഇന്നത്തെ ഫ്ലൈറ്റിലെത്തും. വൈകിട്ട് വന്ന് കളക്ട് ചെയ്തോളൂ. തിരിച്ച് ബോംബെ എന്നല്ലേ പോകേണ്ടത്? ആ, അതിനുള്ള ടിക്കറ്റും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരി. ഗുഡ് മോർണിംഗ്, അക്ബർ ട്രാവൽസ്. യെസ് സർ. ഫോട്ടോ 6 കോപ്പി, പാസ്പോർട്ടിന് വേണ്ടി മാത്രം വേണം. റേഷൻ കാർഡ് അല്ലെങ്കിൽ ID കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ വയസ്സ് തെളിയിക്കുന്ന നോട്ടറി അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം. ഇതൊന്ന് എഴുതി തരാവോ? ഫ്രണ്ടാണോ ഒന്ന് നോക്കണം. 26-ാം തീയതി കോഴിക്കോട് ജില്ല. എയർ ഇന്ത്യക്ക് കൊടുക്കട്ടെ? സൗദി എയർലൈൻസ്. മോർണിംഗ് ഫ്ലൈറ്റ് മതിയല്ലോ. അത് മതി. രാവിലെ 8 മണിക്കായിരിക്കും. 6:30. ഉസ്താദേ. എന്താ അബു, ഇങ്ങളെന്താ ഒറ്റക്ക് ഇങ്ങനെ? പെരുമഴയായി മനസ്സിൽ സങ്കടങ്ങൾ പെയ്തിറങ്ങുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ വന്നിരിക്കും ഒറ്റയ്ക്ക്. ഉസ്താദേ, ഇങ്ങക്ക് സങ്കടങ്ങളോ? നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മാത്രം സങ്കടങ്ങളല്ലേ ഉള്ളൂ അബു. എനിക്ക് എന്നെ വിളിച്ചു കരയുന്നവരുടെ മുഴുവൻ സങ്കടങ്ങളില്ലേ? ഉസ്താദേ, ഞാനിന്ന് കോഴിക്കോട്ട് പോയിരുന്നു. ഇക്കൊല്ലം എനിക്ക് വയസ്സിന് ഹജ്ജിന് പോകണമെന്നുണ്ട്. ഞങ്ങൾക്കതിനുള്ള യോഗം ഉണ്ടാവും ഉസ്താദേ. ശ്രമിക്കുക, എത്തിച്ചു തരേണ്ടത് അവനല്ലേ. എന്നാലും ഇങ്ങൾ അറിയാണ്ടിരിക്കോ, 19 അടി താഴ്ചയുള്ള പോയേന്റെ അടിയിൽ കാണാണ്ടായ കുന്നുംപുറത്ത് അമ്പലത്തിലെ വിഗ്രഹം എന്ന് പറഞ്ഞ് നിങ്ങളല്ലേ? അത് കണ്ട ഇങ്ങക്ക് എന്റെ ഈ യോഗം കാണാൻ പറ്റൂലേ? ഇതൊന്നും ഞാൻ പറയുന്നതല്ല ബു, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. എന്താന്നറിയില്ല ഉസ്താദെ, കുറച്ച് കാലമായിട്ട് മനസ്സിന്റെ അകത്ത് വല്ലാത്ത ആദിയാ. ഇങ്ങനെ ഈ ചരട് എനിക്കൊന്നും മന്ത്രിച്ചതാ. ഉസ്താദ് മന്ത്രിച്ച ചരട് കെട്ടിയ ഒരു മനക്കെട്ടിയൊക്കെ കിട്ടും. ആ, നമുക്ക് പെട്ടെന്ന് കുന്നിറങ്ങണം. അവര് വരുന്നുണ്ട്.